വളരെ കുറച്ച് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്ത് കിഡ്സിനും അതേപോലെ ബ്രൈഡ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ വൈൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 4mm സൈസ് വരുന്ന ഗിയർ വയർ ആണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ ഷെയ്ഡാണ്. അതുപോലെ ഗോൾഡൻ കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. 5mm ആണ് സൈസ് വരുന്നത്. ഓവൽ ഷേപ്പ് വരുന്ന പിങ്ക് കളർ സ്റ്റോൺ ആണിത്. ആദ്യം ഈ കമ്പിയിലേക്ക് ബീഡ്സൊക്കെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വർക്ക് കുറച്ചുകൂടി ഈസി ആകും. ഞാനിവിടെ ഏകദേശം 30 ബീഡ്സാണ് കോർത്തെടുത്തിരിക്കുന്നത്. ഞാനിവിടെ 11 ഇഞ്ച് ലെങ്ത്ത് വരുന്നൊരു ടിയാറയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പിയുടെ ഒരറ്റത്തു നിന്നും 11 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഈ ഒരു എൻഡിൽ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എലാസ്റ്റിക് അല്ലെങ്കിൽ ലേസ് ടൈ ചെയ്യാനുള്ള ഒരു ഹോളാണ് ചെയ്ത് വെക്കുന്നത്. ഇത്രയും വലുപ്പത്തിൽ മതിയാവും. ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ കമ്പി വളച്ചെടുത്തതിന് ശേഷം അതിനെ ഒരു 3 to 4 ടൈംസ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതേ കമ്പിയിൽ തന്നെ ഒരു ബീഡ്സ് കോർത്തെടുത്ത് അതും ചുറ്റിയെടുക്കുകയാണ്. ഇതുപോലെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം 3 to 4 ടൈംസ് അതിനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കൈ വെച്ച് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം അതിനെ ചുറ്റിയെടുക്കുകയാണ്. ഇത്രയുമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ഇത് മൂന്നും കൂട്ടിപ്പിടിച്ചതിന് ശേഷം 3 to 5 ടൈംസ് നമുക്ക് എത്രയാണോ ലെങ്ത്ത് അത്രയും പ്രാവശ്യം ഇതിനെ ചുറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു 3 ടൈംസ് ആണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. അടുത്തതായി ഒരു ബീഡ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനെയും ഇതേ വലുപ്പത്തിൽ തന്നെ ചുറ്റിയെടുക്കുകയാണ്. 3 to 4 ടൈംസ് വരെ അതിനൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി 2 കമ്പിയും കൂട്ടിപ്പിടിച്ച് 3 ടൈംസ് അതിനെ ചുറ്റിയെടുക്കുകയാണ്. മുകളിൽ 3 ടൈംസ് ആണ് ചുറ്റിയെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് താഴെയും 3 ടൈംസ് തന്നെ ചുറ്റുന്നത്. അടുത്തത് ബീഡ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കൈ വെച്ച് റൗണ്ട് ഷേപ്പിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ താഴെയും ചെയ്യുന്നു. ഇത്രയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പ് നമ്മൾ ഫുള്ളായിട്ട് ഹെയർ വൈനിൽ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ഒരു ഹോളും അതിനുശേഷം ഒരു ബീഡും വീണ്ടും ഒരു ഹോളും, രണ്ടാമത്തേതായിട്ട് ഒരു ബീഡ്സ്, മൂന്നാമത്തേതായിട്ടൊരു ഹോള്. ഈ ഒരു 3 സ്റ്റെപ്പ് നമ്മൾ താഴേക്കും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയിൽ വരുന്ന ഗ്യാപ്പ് 3 ടൈംസ് എന്നുള്ളത് ഒരേപോലെ 3 ടൈംസ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ഇവിടെ ഇപ്പോൾ 2 സെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ടും ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഒരു 11 ഇഞ്ച് ലെങ്ത്തിൽ ടിയാറ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ ഗ്യാപ്പ് ഇട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. ഇനി നമ്മൾ ഈ ഹോളിൽ സ്റ്റോണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് B7000 എന്ന് പറയുന്ന ഗ്ലൂ ആണ്. ഇനി ഹോളിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ സ്റ്റോൺ ഇതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് ഫുൾ ഹെയർ വൈനിൽ ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. 2 എൻഡിലും ഞാൻ എലാസ്റ്റിക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇലാസ്റ്റിക് ആഡ് ചെയ്യുന്നത്. ഇലാസ്റ്റിക് മാറ്റിയിട്ട് നമുക്ക് ബ്രൈഡൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ സൈഡിൽ യു പിൻസ് യൂസ് ചെയ്താൽ മതി.